എടാ അലിയ തുറടാ. എടാ പ്രമോദ തുറടാ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. ഒരു കാര്യം ചെയ്യാൻ. അയ്യോ മുണ്ട്. എന്തിനാണ് നീ രമിച്ചാടാ? നീ രമിച്ചാ? അയ്യോ ആങ്ങളായിരുന്നോ? ചോറ് കഴിക്കേ. എന്റെ കൊലച്ചോറ് കണ്ടിട്ട് നിനക്ക് അടങ്ങുള്ളൂടി. ഒരു നല്ലൊരു ദിവസമായിട്ട് എന്തോ എന്റെ സ്വഭാവമൊക്കെ ശരിക്കും അറിഞ്ഞൂടാ. ഇപ്പൊ നാട്ടിന് വേണമെന്ന് അറിയാമോ? ഇവളെ കുറിച്ച് മോശമാണ് പറയണത്. ചാടും പോലെ എന്താണ് പ്രശ്നം? ജോത്സ്യം പറഞ്ഞെന്താണെന്നറിയാമോ? ഇവൾക്ക് ചൊവ്വാദോഷം മാത്രമല്ല, ഇവള് ഈ വീട്ടിൽ ജീവിച്ചു കഴിഞ്ഞാ ഈ വീട്ടിലെ മൂത്ത കാരണവര് മരിക്കുന്നു ജോത്സ്യം പറഞ്ഞ്. ജോത്സ്യം പറഞ്ഞു? ആര് പറഞ്ഞു? അവൻ പറഞ്ഞു. തോട്ടിരിക്കുന്നത് ആര്? നിനക്ക് എന്തിനാ വൈകുന്നേരം തൊട്ട് എന്നെ എന്റെ മോനെ എന്റെ മരുമോനെ കാണുമ്പോ ചൊറിച്ചില്ല? നീ നോക്കിക്കോ പൊന്നു മോനെ, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ രണ്ടുപേരുടെ ആദ്യ രാത്രി ഘോഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ആദ്യ രാത്രി ഘോഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം ആദ്യ രാത്രിയാണ് വിഷയം. അതെ, അത് ആഘോഷിക്കാൻ സമ്മതിക്കൂല. പിന്നെ ആദ്യ രാത്രി ഘോഷിച്ചാൽ പിന്നെ ജീവിതം മുഴുവൻ കുളം തോണ്ടി പോവല്ലേ. നീ അവളെ വിളിച്ചകത്ത് പോകും. വിഷയം എന്താണ്? ഇവരുടെ ആദ്യ രാത്രി ഞാൻ നടത്തത്തില്ല. എടാ അതൊക്കെ കഴിഞ്ഞടാ, എന്നേ കഴിഞ്ഞു. കൊച്ചനെ, ഇവർ 6 മാസമായിട്ട് എറണാകുളത്ത് ലിവിംഗ് ടുഗദറായിട്ട് ജീവിക്കുമായിരുന്നു. പെണ്ണിപ്പൊ 3 മാസം ഗർഭിണി. അതുകൊണ്ടല്ലേ നമ്മൾ പിടിച്ച് പെട്ടെന്ന് കെട്ടിച്ചത്. വേറെ വല്ല ജോലിക്ക് പോവാൻ നോക്കണേ. അളിയാ മഞ്ഞ് കൊള്ളാതെ പറഞ്ഞെങ്കിൽ വന്ന് കയറി കിടക്കാൻ നോക്കും. 3 മാസമായിട്ട് ഒന്നും അറിയാൻ മേലത്തെ വേട്ടാവിളി എനിക്കിട്ട് പേശ പണിതല്ലോടാ. അതെ, അപ്പൊ സംഭവം പൊളിഞ്ഞില്ലേ? അപ്പൊ ഇത്രയും പൊളിഞ്ഞ സ്ഥിതിക്ക് ഒരു ഐഡിയ എന്താ? എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റുമോ? ഈ രാത്രി എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ.